കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതോടെ രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരാന് ഒരുങ്ങുന്നു. മെയ് 15-ന് മുമ്പായി പെട്രോള്, ഡീസൽ ലിറ്ററിന് 4 മുതൽ 5 രൂപ വരെയും ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന് സിലിണ്ടറിന് 50 രൂപ വരെയും വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വോട്ടെടുപ്പ് കാലത്ത് പിടിച്ചുനിർത്തിയ വിലവർദ്ധനവ് ഒന്നിച്ച് നടപ്പിലാക്കാനാണ് എണ്ണക്കമ്പനികളുടെ നീക്കം. ആഗോളതലത്തില് ഇറാന് യുദ്ധം രൂക്ഷമായതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതാണ് ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുന്നത്. രാജ്യാന്തര വിപണിയില് എണ്ണവില വർദ്ധിച്ചിട്ടും ഇന്ത്യയില് മാസങ്ങളായി വില കൂട്ടിയിരുന്നില്ല. ഇതിലൂടെ രാജ്യത്തെ എണ്ണക്കമ്പനികൾക്ക് പ്രതിമാസം 30,000 കോടി രൂപയുടെ ഭീമമായ നഷ്ടമാണ് സംഭവിക്കുന്നത്. ഈ നഷ്ടം നികത്താതെ മുന്നോട്ടുപോകാന് കഴിയില്ലെന്ന് കമ്പനികള് കേന്ദ്ര സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പുകള് അവസാനിച്ചതോടെ രാഷ്ട്രീയ പ്രതിസന്ധികള് ഒഴിവാക്കി വില വർദ്ധിപ്പിക്കാന് സർക്കാരിന് തടസ്സമില്ലാതായി. പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യം ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തെയും വിതരണത്തെയും സാരമായി ബാധിച്ചു. ഇത് ആഗോള വിപണിയില് എണ്ണവില വർദ്ധിക്കാന് കാരണമായി. ആഗോള വിപണിയിലെ വിലക്കനുസരിച്ച് ഇന്ത്യയില് നിരക്ക് വർദ്ധിപ്പിക്കാത്തതിനാല് പൊതുമേഖലാ എണ്ണക്കമ്പനികള് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പെട്രോളിനും ഡീസലിനും പുറമെ ഗാർഹിക സിലിണ്ടറുകളുടെ വില കൂടി വർദ്ധിക്കുന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കും. അടുത്തിടെ വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചതോടെ ഹോട്ടല് ഭക്ഷണനിരക്കുകള് ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെ ഇന്ധനവില കൂടി വർദ്ധിക്കുന്നത് ചരക്ക് കടത്ത് കൂലി കൂട്ടാന് കാരണമാകും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇത് വിപണിയില് പച്ചക്കറികള് ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് വഴിവെക്കും. ഇന്ധനവില വർദ്ധനവ് രാജ്യത്ത് മൊത്തത്തിലുള്ള പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധര് വിലയിരുത്തുന്നത്. ഉപഭോക്താക്കൾക്ക് മേല് അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന ഈ തീരുമാനം വരും ദിവസങ്ങളില് വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചേക്കാം. മെയ് 15-നകം പുതിയ വില നിലവില് വരുമെന്നാണ്